26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സംസ്ഥാനത്ത് അതിരൂക്ഷമായ വൈദ്യുതി ക്ഷാമം നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു ദിവസത്തെ ഉപഭോഗം 400 മുതൽ 500 മെഗാവാട്ട് വരെയാണ്. അതുമാത്രമല്ല, ഉൽപ്പാദനശേഷി കുറഞ്ഞതും വലിയ തിരിച്ചടിയാണ്. പവർ എക്സ്ചേഞ്ച് വഴി വൈദ്യുതി എത്തിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്താകമാനം വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതുകൊണ്ട് തന്നെ പവർ എക്സ്ചേഞ്ച് വഴി വൈദ്യുതി ലഭിക്കുന്നതിലും ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയതും വലിയ തിരിച്ചടിയായി. അതോടൊപ്പം തന്നെ വൈദ്യുതി ഉൽപ്പാദനം വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴയുടെ ലഭ്യത വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മഴയുടെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ KSEBയുടെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ 28% മാത്രമാണ് ജലനിരപ്പുള്ളത്. അതും കനത്ത തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സണ്ണി ജോസഫ് അടക്കം പറഞ്ഞിരുന്നു. വൈദ്യുതിയുടെ പ്രശ്നം ഒരിടവേളയ്ക്ക് ശേഷമാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിരുന്നില്ല, അതിപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലം മുതൽ ഇനി അങ്ങോട്ട് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. രാത്രി 7 മുതൽ ആണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. ചിലയിടങ്ങളിൽ 2-ലധികം തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നടക്കമുള്ള പരാതികളും ഉയർന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ മഴയുടെ ലഭ്യതക്കുറവ് വലിയ തിരിച്ചടിയായതുകൊണ്ട് തന്നെ വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വൈദ്യുതി ആഭ്യന്തര ഉൽപ്പാദനം 24 ദശലക്ഷം യൂണിറ്റാണ്. അതോടൊപ്പം തന്നെ ഉപഭോഗം 86.46 ദശലക്ഷം യൂണിറ്റുമായി മാറിയിരിക്കുകയാണ്. ഇത് വലിയ പ്രശ്നമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതവും ഉയർന്ന വില നൽകിയുള്ള വൈദ്യുതി കരാറുകളും വഴിയാണ് ഇപ്പോൾ സംസ്ഥാനം വൈദ്യുതി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കുറയുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കും. ഏതായാലും അത് മറികടക്കാനുള്ള ശ്രമങ്ങളിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.